ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്ന് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വേൽമണി. അഴിമതി ആരോപണത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ മറുപടി അവ്യക്തമാണെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ മുന്നോട്ട് വെച്ചാണ് അഴിമതി ആരോപണം ഉന്നയിക്കുന്നതെന്നും വേൽമണി വ്യക്തമാക്കി. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ കൊളുക്കുമല ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട പഞ്ചായത്തിന് ലഭിക്കുന്ന വിഹിതം ഉപയോഗിച്ച അഴിമതി നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറച്ചു നാളുകളായി പഞ്ചായത്തിനെതിരെ ആരോപണം ഉന്നയിച്ച രംഗത്തെത്തിയിരിക്കുന്നത്. ബാങ്കിൽ നിക്ഷേപിക്കേണ്ട തുക 2 മാസങ്ങളിൽ നിക്ഷേപിച്ചിട്ടില്ല. അനധികൃതമായി ബാങ്കിൽ നിന്നും പണം പിൻവലിച്ച് സ്ഥാപിച്ച ഹൈമാക്സ് ലൈറ്റുകളിൽ പലതും പ്രവർത്തനരഹിതമാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. തുടർന്ന് പഞ്ചായത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിലും കോൺഗ്രസ് പരാതി നൽകി. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ പഞ്ചായത്ത് ഭരണസമിതിയെ വെല്ലുവിളിച്ച് അഴിമതി നടത്തിയതിൽ തെളിവുണ്ടെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഞങ്ങൾ ബാങ്കിൽ നിന്നും ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിന്നും വിവരാവകാശ രേഖാമൂലം ഞങ്ങൾ മേടിച്ചിട്ടാണ് 2 കൊല്ലത്തിൻ്റെ 23, 24, 24, 25 ഈ വർഷങ്ങളുടെ പൈസ അതാത് ദിവസം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ മുഴുവൻ പകർപ്പും രേഖകളും മേടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ആക്ഷേപം ഉന്നയിച്ചത്. പിന്നെ പ്രസിഡന്റ് പറയുന്ന പോലെ എന്തോ കരിവാരി തേക്കുക എന്നല്ല. എനിക്ക് തോന്നുന്നു പ്രസിഡൻ്റാണ് കരിവാരി തേച്ച് ഈ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുകയാണ്. വെറുതെ ഒരു ആരോപണം പറയുക. ഞങ്ങളുടെ കയ്യിൽ മുഴുവൻ രേഖകളുണ്ട്. ഞങ്ങൾ വിജിലൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന 22, 23 തീയതികളിൽ പഞ്ചായത്ത് ഉപരോധവും സൂര്യനെല്ലി ടൗണിൽ വെച്ച് രാപ്പകൽ സമരം നടത്തുവാനും ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രതിഷേധ പരിപാടികളും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലേക്ക് മാർച്ചും ഒപ്പം ചിന്നക്കനാൽ വിലക്കിൽ 22-ന് രാപ്പകൽ സമരവും സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. അതേസമയം തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പഞ്ചായത്തിനെതിരെ നടത്തുന്ന നീക്കമെന്നാണ് ഭരണസമിതിയുടെ മറുവാദം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ.